ഇതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ. പക്ഷെ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞു അങ്ങോട്ടൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് ആ പ്ലാൻ മാറ്റി നമ്മൾ നേരെ ആലുവയിലുള്ള താലിലോട്ടാണ് പോയത്. അത്ര ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഈ പട്ടിക്കാട്ടിൽ ബസ് ഒന്നും കിട്ടില്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. കോളേജൊക്കെ ആയിട്ട് എനിക്ക് ഒട്ടും വീഡിയോ ഇടാൻ പറ്റില്ലായിരുന്നു. പിന്നെ പനിയൊക്കെ ആയിരുന്നുകൊണ്ട് ശബ്ദമൊക്കെ പോയി. അങ്ങനെ പതിവ് പോലെ പാസ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നല്ല വെയിലല്ലേ, ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ നല്ല പൊരിഞ്ഞ മഴ. പിന്നെ ഇത്തിരി മഴ കുറഞ്ഞിട്ടാണ് നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് പോയത്. നമ്മൾ വൈകിയായിരുന്നു, പക്ഷെ എന്തോ ഭാഗ്യത്തിന് നമ്മൾ പോകാനുള്ള ബസ് വൈകിയാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് ആ ബസ് കിട്ടി. പ്രൈവറ്റ് ബസ് കയറി നമ്മുടെ പട്ടിക്കാട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമുക്കൊരു KSRTC കൂടെ പിടിക്കാനുണ്ട്. അങ്ങനെ അതും കിട്ടി നമ്മൾ നേരെ ആലുവക്ക് വിട്ടു. അവിടെ നിന്ന് നേരെ നമ്മൾ താലിലോട്ടാണ് പോയത്. അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ. മെയിൻ ആയിട്ട് നമ്മൾ സൺഡേ പുറത്തിറങ്ങണത് ഫുഡ്. ആദ്യം നമ്മൾ പുറത്താണ് ഇരുന്നത്, പക്ഷെ അവിടെ ഒരു സുഖമില്ലാത്തോണ്ട് നമ്മൾ അകത്തോട്ട് കയറി ഇരുന്നിട്ടുണ്ട്. പിന്നെ മന്തി കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കൊണ്ട് മന്തി തന്നെയാണ്. പിന്നെ നമ്മുടെ വാഷ്റൂമിലെ കണ്ണാടിയിലെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി. എനിക്കെപ്പോഴും നോർമൽ ആയിട്ടുള്ള അൽഫാം മന്തിയാണ് ഇഷ്ടം. ഞാൻ പിന്നെ ബാക്കിയുള്ളവരും നോർമലും പെരി പെരിയൊക്കെയാണ് ഓർഡർ ചെയ്തത്. പിന്നെ വെറൈറ്റി ആയിട്ട് ഡൽഹിയാണ് ഡ്രാഗൺ അൽഫാം ഓർഡർ ചെയ്തത്. ഇതാണ് ആ ഐറ്റം. പക്ഷെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ വയറ് നമ്മുടെ മനസ്സൊക്കെ ഒന്ന് നിറച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഫുഡ്